ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ൻ്റെ ആരംഭ ആഴ്ചകളിൽ തന്നെ കർത്താവിൻ്റെ മഹനീയമാകുന്ന പ്രവൃത്തികൾ അനുഭവിക്കുന്നു, അതിൽ മുന്നേറുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവദാസന്മാരിലൂടെ വളരെ ശുഭകരമാകുന്ന വചനങ്ങളാണ് കഴിഞ്ഞ ദിനങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. വലിയൊരു ഡിവൈൻ എക്സ്പാൻഷനെ കുറിച്ച് കർത്തൃദാസന്മാർ ആത്മാവിൽ പറയുകയുണ്ടായി. 2024 എക്സ്പാൻഷൻസ് നടക്കുവാൻ പോകുന്നു. മറ്റു ചില ദൈവദാസന്മാർ പരാമർശിച്ചത് ഒരു കുതിച്ചു മുന്നേറ്റം സംഭവിക്കുവാൻ പോകുന്നു. കഴുകന്മാർ പറന്നുയരുന്നത് പോലെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ, അവർക്ക് ഒരു കുതിച്ചു മുന്നേറ്റം ലഭിക്കുവാൻ പോകുന്നു. വേറൊരു ദൈവദാസന് അദ്ദേഹം പരാമർശിച്ചു 2024 4 എന്ന നമ്പറിന് എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം വാതിലെന്നാകുന്നു. ആ 4 എന്ന നമ്പറിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളിൽ ഒന്ന് വാതിലെന്നാകുന്നു. 24-ാമത്തെ സങ്കീർത്തനവും 2024 ആകുന്നതിനാൽ 24-ാമത്തെ സങ്കീർത്തനവും പ്രാധാന്യം അർഹിക്കുന്നു ഈ വർഷവുമായുള്ള ബന്ധത്തിൽ. അങ്ങനെയെങ്കിൽ 24-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. വെളിപ്പാട് പുസ്തകത്തിലും വാതിലുകളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ ഫിലദൽഫിയ സഭയോടുള്ള ദൂതിൽ 3-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതൽ ഫിലദൽഫിയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. 2024 വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. നീണ്ട നാളുകളായിട്ട് ചില വാതിലുകളുടെ മുൻപിൽ, അടഞ്ഞ വാതിലുകളുടെ മുൻപിൽ നിൽക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാകുന്നു: യേശുവിൽ തന്നെ ആശ്രയിക്കുക, വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, ശ്രദ്ധ വചനത്തിലേക്ക് തിരിക്കുക. അങ്ങനെയെങ്കിൽ വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. 1-ാം തീയതി ഞാൻ പരാമർശിച്ചത് ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ്. ഗ്രേറ്റ്നെസ്, ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്. ആ ഒരു ബോധ്യമാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നത്. അബ്രഹാമിനോട് യഹോവയാകുന്ന ദൈവം സംസാരിക്കുമ്പോൾ പറഞ്ഞു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ ആൻഡ് ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. നിൻ്റെ പേര് ഞാൻ വലുതാക്കും. വലിയൊരു ജാതിയായി തീർന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ഗ്രേറ്റ് നേഷനായി തീർന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും ഗ്രേറ്റ് നേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാകുന്നു. ഗ്രേറ്റ് നെയിം യേശുക്രിസ്തുവിൻ്റെ നാമമാകുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന യേശുവിൻ്റെ നാമം. അബ്രാമിനോട് പറഞ്ഞ ആ പ്രോഫസിയുടെ നിവർത്തീകരണം യേശുവിലാണ് സംഭവിക്കുന്നത്, ചേർച്ചിലാണ് സംഭവിക്കുന്നത്. മോശയോടും പറഞ്ഞു: നിന്നെ ഞാൻ വെരി ഗ്രേറ്റ് ആക്കിയിരിക്കുന്നു. മിസ്രൈമിൽ ഫറവോൻ്റെ ദാസന്മാരുടെ മുൻപിലും ജനത്തിൻ്റെ മുൻപിലും ഞാൻ നിന്നെ വെരി ഗ്രേറ്റ് ആക്കിയിരിക്കുകയാണ്, മഹാശ്രേഷ്ഠനാക്കിയിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 11:3 കാണുവാൻ കഴിയുന്നു. മോശയെ യഹോവയാകുന്ന ദൈവം മിസ്രൈമിൽ മഹാശ്രേഷ്ഠനാക്കി. ഈ വർഷം വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവരിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ്നെസ് മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്നു.
ദൈവത്തിൽ ആശ്രയിക്കുന്നവരിൽ, യേശുവിൽ വിശ്വസിക്കുന്നവരിൽ സംഭവിക്കുവാൻ പോകുന്നത്, അവരിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ഗ്രേറ്റ്നെസ് വെളിപ്പെടുവാൻ പോകുന്നു. ചർച്ചിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ഗ്രേറ്റ്നെസ് മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്നു. യോശുവയോടും കർത്താവ് പറയുകയുണ്ടായി, ഞാൻ നിന്നെ ജനത്തിൻ്റെ മുൻപിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ. ആ വാക്യം ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് ഇസ്രായേലെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണിക്ക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങുക. ഞാൻ നിന്നെ ഗ്രേറ്റ് ആക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പർപ്പസുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. നൈജീരിയയിൽ ബെൻസൺ ഇഡിഹോസ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിലൂടെ ഈ ഗ്രേറ്റ്നെസ് മാനിഫെസ്റ്റ് ചെയ്യുകയുണ്ടായി. നൈജീരിയയിലെ പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ്, ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുവാൻ തുടങ്ങുകയായിരുന്നു. ദൈവമക്കൾക്ക് വിരുദ്ധമാകുന്ന ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തുടങ്ങുകയായിരുന്നു. ആ പ്രസിഡന്റിനെ നേരിട്ട് പോയി കണ്ട് ബെൻസൺ ഇഡിഹോസ പറഞ്ഞു, നിങ്ങളിപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ അനുവാദമില്ല. ഒരു കൽപ്പന പോലെ പറയുവാൻ തക്കവണ്ണമായിട്ട് ആ പ്രസിഡന്റിൻ്റെ മുൻപിൽ കർത്താവ് ബെൻസൺ ഇഡിഹോസയെ വലിയവനാക്കി. അല്ലെങ്കിൽ ബെൻസൺ ഇഡിഹോസയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ്നെസ് പ്രസിഡൻറ്റിൻ്റെ മുൻപിൽ മാനിഫെസ്റ്റ് ചെയ്തു. ആ പ്രസിഡൻറ്റ് ആ തീരുമാനം മാറ്റിയത് പിന്നെ ഒരു വലിയ ഉണർവായി തീർന്നു. ആഹാബിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഏലിയാവിനെ ശ്രദ്ധിക്കുക. ആഹാബ് വിറച്ചുപോയില്ലേ? ആഹാബിനെ കുറിച്ച് പരാമർശിച്ചതുപോലെ തൻ്റെ മുട്ടടിച്ചു. ഏലിയാവിൻ്റെ മുൻപിൽ താൻ വിറച്ചുപോയി, ഭയപ്പെട്ടു പോയി. ആഹാബിൻ്റെ മുൻപിൽ ഏലിയാവിനെ ദൈവം ഗ്രേറ്റ് ആക്കിയതുപോലെ ഈ വർഷം വിശ്വസിക്കുക. ഒരുപാട് പീഡനങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ ഗ്രേറ്റ് ആക്കുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ഗ്രേറ്റ്നെസ് നമ്മിലൂടെ പുറപ്പെടുവാൻ പോകുന്നു, നമ്മിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്നു. ലൂക്ക് ചാപ്റ്റർ 7 ആൻഡ് വേഴ്സ് നമ്പർ 9 ഗ്രേറ്റ് ഫെയ്ത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 7-ാമത്തെ അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ യേശു തന്നെയാണ് പറയുന്നത്. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും ഗ്രേറ്റ് ഫെയ്ത്ത്, ടോട്ടൽ ഫെയ്ത്ത് നമ്മുടെ സ്പിരിറ്റിൽ കർത്താവ് നൽകി തന്നിരിക്കുകയാണ്. ആ ഫെയ്ത്തിന് തടസ്സമായി നിൽക്കുന്നത് മനസ്സാകുന്നു. മനസ്സിൽ ആകുലത വരും, വ്യാകുലത വരും, ഭയം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും യേശു നൽകിയിരിക്കുന്ന നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ, നമുക്ക് ഹോളി സ്പിരിറ്റിലൂടെ ലഭിച്ചിരിക്കുന്ന ആ ഫെയ്ത്തിനെ നമുക്ക് പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്തത്. എന്നാൽ അഭിഷേകം ചലിക്കുമ്പോൾ മനസ്സിലുള്ള ഭയത്തെയും വ്യാകുലതയും പിരിമുറുക്കത്തെയും ഒക്കെ നേരിടുവാനും കീഴ്പ്പെടുത്തുവാനുമുള്ള പ്രാപ്തി തൻ്റെ ജനത്തിന് യേശു കൊടുക്കുവാൻ പോകുന്നു. അവർക്ക് ആ വിവേകം ലഭിക്കും, ആ ജ്ഞാനം ലഭിക്കും. എങ്ങനെ ഈ സാധനങ്ങളെ, ഈ ആകുലതയും വ്യാകുലതയും പിരിമുറുക്കത്തെയും ഭയത്തെയും എങ്ങനെ നേരിടുവാൻ കഴിയും, എങ്ങനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും, അതിനുള്ള പ്രത്യേക ജ്ഞാനം കൊടുക്കും. ആ ജ്ഞാനം അവരിൽ സജീവമാകുമ്പോൾ അതിനെ അവർ തട്ടിമാറ്റിയതിന് ശേഷം അവരിലൂടെ ഗ്രേറ്റ് ഫെയ്ത്ത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്നു. ഗ്രേറ്റ് ഫെയ്ത്ത്. ശാരീരിക രോഗങ്ങളുമായുള്ള ബന്ധത്തിൽ ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടട്ടെ. ഭൗതിക മേഖലയുമായുള്ള ബന്ധത്തിൽ ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടട്ടെ. ചില അത്ഭുത കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു പരിശുദ്ധാത്മ തലത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ചില ദൈവദാസന്മാരോട് എനിക്ക് സംസാരിക്കുവാൻ ബോധ്യം ലഭിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ചില ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ചില പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ പോവുകയാണ്. ഹൃദയത്തിലുണ്ടായിരുന്നു, ആ ബോധ്യങ്ങൾ ഹൃദയത്തിലുണ്ടായിരുന്നു. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ചില പ്രത്യേക നിയോഗങ്ങൾ തന്നിരുന്നു. നടപ്പിലാക്കുവാൻ തയ്യാറായില്ല, ഇതുവരെ കഴിഞ്ഞില്ല. 2024
ആ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. പല സന്ദേശങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതിന് ഒരു പൂർത്തീകരണം ലഭിക്കും. ഞാനിപ്പോൾ ഇയർ ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുമ്പോൾ അതോടുകൂടെ തന്നെ വാതിലുകളെന്ന് ഒരു ദൈവദാസന് ലഭിച്ച ആ ആലോചന ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്സിൽ നിങ്ങളുടെ മുൻപിൽ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. ആ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ ഒരു കുതിച്ചു മുന്നേറ്റം സംഭവിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം വളരെ പരിചിതമാകുന്ന വാക്യമാണല്ലോ. ഒരിക്കൽ കൂടെ വായിക്കാം. 40-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറാൻ പോവുകയാണ്. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമ്പോഴാണ് എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. ആകാശമണ്ഡലം മുഴുവൻ കഴുകിന് തുറന്നു കിടക്കുകയില്ലേ, അതേപോലെ മുൻപിൽ വലിയ വിശാലതകൾ വെളിപ്പെടും. കഴുകൻ്റെ പ്രത്യേകത എന്താണ്? സാധാരണ പക്ഷികൾ പറക്കുന്ന ഉയരത്തിലല്ല കഴുകൻ പറക്കുന്നത്. വളരെ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുവാൻ കഴുകന് കഴിയും. അതേപോലെ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ അവരുടെ ആത്മതലങ്ങൾക്ക് മാറ്റം സംഭവിക്കട്ടെ. ഉയർന്ന തലങ്ങളിലേക്ക് നിങ്ങൾ കയറിപ്പോകുക. നിങ്ങൾ ഇതുവരെ പറന്ന് കയറിയിട്ടില്ലാത്ത സ്പിരിച്വൽ ആൾട്ടിറ്റ്യൂഡ് നിങ്ങളിൽ വെളിപ്പെടട്ടെ. കയറിപ്പോകുക. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഭൂമിയുടെ പ്രതലത്തിലുള്ള കാര്യങ്ങളെ കഴുകന് കാണുവാൻ കഴിയും. താഴെയുള്ള ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മീനെ 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഈഗിളിന് കാണുവാൻ കഴിയും. ഈഗിളിൻ്റെ കണ്ണ് അതേപോലെയാണ്. ദീർഘദൃഷ്ടി, ദൂരെയുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന നിലയിൽ സ്പിരിച്വൽ ഐസിനെ അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ആത്മീക കണ്ണുകളെ ആ നിലവാരത്തിൽ അഭിഷേകം ചെയ്യുന്നു. ദൂരെയുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്നവരെ എക്വിപ്പ് ചെയ്യുകയാണ്. ഒരു പുതിയ ആരംഭം, ഒരു പുതിയ ഉയർച്ച. കഴുകനെ പോലെ ചിറകടിച്ച് കയറുക. അങ്ങനെയെങ്കിൽ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടുവാൻ പോകുന്നു. ഗ്രേറ്റ് ഫെയ്ത്ത്. യാതൊരു ആകുല ചിന്തകളുമില്ലാതെ, വ്യാകുല ചിന്തകളുമില്ലാതെ ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടട്ടെ. പത്രോസ് തടവറയിലായിരിക്കുമ്പോൾ വളരെ ശാന്തമായി വിശ്രമിക്കുന്ന പത്രോസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗ്രേറ്റ് ഫെയ്ത്ത് ആണ്. റെസ്റ്റ്, പീസ്, സ്വസ്ഥത, സമാധാനം, ഇതൊക്കെ ഗ്രേറ്റ് ഫെയ്ത്തിൻ്റെ ഒരു അടയാളമാകുന്നു. വലിയ പ്രതിസന്ധികൾ ഉള്ളപ്പോഴും യാതൊരു ഇളക്കവുമില്ലാതെ സ്വസ്ഥതയിലും സമാധാനത്തിലുമായിരിക്കുന്നുവെങ്കിൽ അത് ഗ്രേറ്റ് ഫെയ്ത്തിൻ്റെ അടയാളമാകുന്നു. പൗലോസിനെയും സിലാസിനെയും തടവറയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ തടവറയിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവർ തടവറയിൽ ആരാധിക്കുകയാണ്. എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കഴിയണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ഫെയ്ത്ത് വേണം. വിശ്വാസമുള്ളവർക്ക് മാത്രമേ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കഴിയുകയുള്ളൂ. വ്യാകുലത വന്നാൽ പിന്നെ പ്രാർത്ഥിക്കാനൊക്കത്തില്ല. വ്യാകുലതയുള്ളവരോട് ചോദിച്ചു നോക്കുക, അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഗ്രേറ്റ് ഫെയ്ത്ത് ഉള്ളവർ പ്രാർത്ഥിക്കുന്നവരാണ്. ഗ്രേറ്റ് ഫെയ്ത്ത് ഉള്ളവർ കൽപ്പിക്കുന്നവരാണ്. ഗ്രേറ്റ് ഫെയ്ത്ത് ഉള്ളവർ മുൻപിലുള്ള കാര്യം, വളരെ മുൻപിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് ഇപ്പോഴേ ആത്മാവിൽ ബോധ്യമാകും. അവരുടെ സ്പിരിച്വൽ ഐസിനെ കർത്താവ് തുറക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന അനേകരെ കർത്താവ് ആ നിലവാരത്തിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ സ്പിരിറ്റിലുള്ള ടോട്ടൽ ഫെയ്ത്തിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണമായിട്ട് നിങ്ങൾ ഗ്രേറ്റ് ഫെയ്ത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നവരായി തീരുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സിനെ കുറിച്ച് പറയുന്നു. സാധാരണ അത്ഭുതങ്ങളല്ല സംഭവിക്കുവാൻ പോകുന്നത്, ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ഇത് ശ്രദ്ധിക്കുക ഈ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, അനന്തരം സ്തെഫനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. സ്തെഫാനോസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരുടെ ഒരു വലിയ കൂട്ടത്തെ യേശു എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. 1 കോടി ദൈവദാസന്മാർ എഴുന്നേൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആകമാനം ഒരു വലിയ ഉണർവിനെ കർത്താവ് അയക്കുകയാണ്. അതിൽ യൗവനക്കാരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നു.
20കളിലും mid-20s ആയിരിക്കുന്ന ഒരുപാട് യൗവനക്കാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. അങ്ങനെയുള്ള അഭിഷക്തന്മാരെ കർത്താവ് സ്പിരിച്വൽ മിനിസ്ട്രിയിൽ ശക്തമായി ഉപയോഗിക്കും. അവരിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും സംഭവിക്കും. കഴിഞ്ഞൊരു ദിവസം ഒരു ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു, തൻ്റെ ശുശ്രൂഷയിൽ റൂമൻ സംസാരിച്ചതിനെക്കുറിച്ച്. വേറൊരു ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു, ഒരു കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് കാഴ്ച ലഭിച്ചതിനെക്കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു. റൂമൻ സംസാരിക്കുക എന്ന് പറയുന്നത് കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് കാണുവാൻ കഴിയുന്നു, സ്പഷ്ടമായി കാണുവാൻ കഴിയുക എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന അതേ നിലവാരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളിത് വിശ്വസിക്കണം. ഇത് കേൾക്കുന്ന നിങ്ങളുടെ മേൽ അത് സംഭവിക്കുവാൻ പോകുന്നു. ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ഈ തലമുറയിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്സിൽ ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ, അസാധാരണമാകുന്ന ആമേൻ അടയാളങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന 2024. ആമേൻ. ഹല്ലേലൂയ. ആ പ്രതലത്തിൽ നിങ്ങൾ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ പ്രതലത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടുവാൻ പോകുന്നു. ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. ഗ്രേറ്റ് കോൺഫിഡൻസിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. ഗ്രേറ്റ് ഹോപ്പിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. ഗ്രേറ്റ് ജോയെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പരാമർശിച്ചതാണ്. ഗ്രേറ്റ് ജോയ് മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഗ്രേറ്റ് ജോയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 2:10 അവിടെ ആ വിദ്വാൻമാർ അവർ യെരുശലേമിൽ വന്നു, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറി. എന്നാൽ അവർക്ക് അവിടെ അവർ പ്രതീക്ഷിച്ച പൈതലിനെ കാണുവാൻ കഴിയാതെ വന്നപ്പോൾ, അവർ മടങ്ങി വന്നപ്പോൾ വീണ്ടും അവർ നക്ഷത്രം കണ്ടതുകൊണ്ട്, മത്തായി 2:10, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം അനൗൺസ് ചെയ്യുന്നുണ്ട്. അനൗൺസ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ദൂതനാണ് വന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇടയന്മാരോട് അനൗൺസ് ചെയ്യുന്നത്. ഒരു അനൗൺസ്മെൻ്റാണ്, അതൊരു യൂണിവേഴ്സൽ അനൗൺസ്മെൻ്റാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ളൊരു യൂണിവേഴ്സൽ അനൗൺസ്മെൻ്റാണ്. ആ അനൗൺസ്മെൻറ്റ് നടക്കുന്ന സന്ദർഭത്തിൽ കാണുവാൻ കഴിയുന്നു, ഒരു സംഘം ദൂതന്മാർ 13-ാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം, സൈന്യമാണ്, ഒരു ആർമിയാണ്. ഏഞ്ചൽസിൽ തന്നെ വ്യത്യസ്തമാകുന്ന കേഡേഴ്സ് ഉണ്ടല്ലോ. ചിലർ ദൂതുമായി വരുന്ന ദൂതന്മാരാണ്, മെസ്സേജസുമായി വരുന്ന ദൂതന്മാരാണ്. എന്നാൽ ചിലർ ഫൈറ്റിംഗ് ഏഞ്ചൽസാണ്, ആർമിയാണ്. ഇവിടെ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ദേവദാസന്മാർ പറയുന്ന ഈ സ്വർഗീയ സൈന്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കൺസെപ്ഷൻ നടന്നപ്പോൾ തന്നെ യോസഫിനും മറിയയ്ക്കും ചുറ്റും ഈ ആർമി വന്നു, ഈ സൈന്യം വന്നു, ഏഞ്ചൽസിൻ്റെ സൈന്യം വന്നു. പിന്നീട് ശ്രദ്ധിക്കുക, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു മകൾ നസ്രേത്തിൽ നിന്ന് ബെത്ലഹേം വരെ യാത്ര ചെയ്യുന്നു. അത് ഏകദേശം 200-ലധികം കിലോമീറ്റർ ദൂരമുണ്ട്. ആ യാത്ര എന്ന് പറയുന്നത്, മറിയ യാത്ര ചെയ്യുന്നത് കഴുതപ്പുറത്താണ്. കഴുതപ്പുറത്ത് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ യാത്രക്കിടയിൽ ഡെലിവറി സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുമല്ല, യാത്രയിൽ പല നിലയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഈ സൈന്യം കൂടെ ഉണ്ടായിരുന്നതിനാൽ, ഈ സ്വർഗീയ സൈന്യം മറിയോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ, യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവർ ത്രൂ ഔട്ട് ഈ വർഷങ്ങളിൽ പ്രൊട്ടക്റ്റഡായി. യേശുവിൻ്റെ കൺസെപ്ഷൻ കഴിഞ്ഞ ആ സമയം മുതൽ ആ മാസങ്ങളിലെല്ലാം ഈ പ്രിയപ്പെട്ടവർ പ്രൊട്ടക്റ്റഡായി. അങ്ങനെ അവർ ബേത്ലഹേമിൽ വന്നു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സൈന്യത്തിൻ്റെ അസൈൻമെൻറ്റിൽ വിജയം അവർക്ക് ലഭിച്ചതിനാൽ, അവരെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വത്തിൽ അവർ വിജയികളായി തീർന്നതിനാൽ അവരും ദൂതനോട് ചേർന്ന്, ഇത് അനൗൺസ് ചെയ്യുന്ന ദൂതനോട് ചേർന്ന് അവരും ആരാധിക്കുകയാണ്.
അങ്ങനെയാണ് അവിടെ ആരാധന ഉയരുന്നത്. ആരാധന ഉയരുമ്പോൾ ശ്രദ്ധിക്കുക, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അങ്ങനെ അവിടെ ആരാധന ഉയരുന്നു. വലിയ ശക്തിയേറിയ ആരാധന ഉയരുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ ആ സന്ദേശം അനൗൺസ്മെൻറ്റ് നടത്തുമ്പോഴും മഹാസന്തോഷമെന്ന് ദൂതൻ പറയുന്നുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷമാണ്. അവിടെ തന്നെ ദൂതന് സന്തോഷമുണ്ടാകുന്നു, സ്വർഗീയ സൈന്യം അവർ സന്തോഷിക്കുകയാണ്, ഒരു വലിയ സെലിബ്രേഷൻ ഉണ്ടാകുന്നു, ഇടയന്മാർ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. അതേപോലെയുള്ള ഒരു സന്തോഷത്തിൻ്റെ തലത്തിലേക്ക്, ഗ്രേറ്റ് ജോയുടെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ജോയ് ക്യാരി ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജോയ് എത്തിക്കുവാൻ തക്കവണ്ണം, നിങ്ങൾ കയറുന്ന വീട്ടിൽ ജോയ് ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം. നിങ്ങൾ പോകുന്ന പട്ടണത്തിൽ സന്തോഷം ഉണ്ടാകണം. അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായം 8-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്ന അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ വന്ന് ആ പട്ടണത്തിൽ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പട്ടണം മുഴുവൻ സന്തോഷിച്ചു. DGS ദിനകരങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ പല പട്ടണങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. 3 days മീറ്റിംഗ് കഴിയുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ പട്ടണം മുഴുവൻ സന്തോഷിക്കുകയാണ്. അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ പോൾ ദിനകരൻ അവറുകളും പ്രിയപ്പെട്ടവരും കടന്നു വന്ന് ശുശ്രൂഷിച്ചപ്പോൾ ആ പട്ടണം മുഴുവൻ, ഇറ്റാനഗർ എന്ന് പറയുന്ന പട്ടണം മുഴുവൻ, അരുണാചൽ പ്രദേശ് മുഴുവൻ സന്തോഷിച്ചു. ഇപ്പോഴും ആ സന്തോഷം ജനത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. വാ, അതേപോലെ ഈ തലമുറയിൽ ദൈവം കണ്ടിരിക്കുന്ന അതിശക്തന്മാരാകുന്ന ദൈവദാസന്മാരിലൂടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങളിലൂടെ ഗ്രേറ്റ് ജോയിയെ മറ്റുള്ളവരിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം, ചില പട്ടണങ്ങളെ ഗ്രേറ്റ് ജോയ് കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ പോകുന്നു. ഗ്രേറ്റ്നെസ്, ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്, ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്. ഈ വർഷം ഗ്രേറ്റ്നെസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന വർഷമാകുന്നു. വാതിൽ തുറക്കപ്പെടുന്ന വർഷമാകുന്നു. കുതിച്ചു മുന്നേറ്റം സംഭവിക്കുന്ന വർഷമാകുന്നു. വലിയ എക്സ്പാൻഷൻ സംഭവിക്കുന്ന വർഷമാകുന്നു. വചനം സ്വീകരിക്കുക, യേശുക്രിസ്തുവിൽ ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കൂടുതൽ സമയം പ്രാർത്ഥിക്കുക, ഈ പ്രോമിസുകൾ നടപ്പിലാകുമെന്ന് വിശ്വസിക്കുക. അത്ഭുതങ്ങൾ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും സ്പർശിക്കണമേ. അവരുടെ ജീവിതത്തെ ഒരു വലിയ അത്ഭുതമാക്കി മാറ്റണം കർത്താവേ. അങ്ങയുടെ ഗ്രേറ്റ്നെസ്സിനെ അവരിലൂടെ മാനിഫെസ്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. നെർവസ് ബ്രേക്ക് ഡൗൺ, മെൻ്റൽ ബ്രേക്ക് ഡൗൺ, മനസ്സുമായി ബന്ധപ്പെട്ട് ചില ബ്രേക്ക് ഡൗണുകളിലായിരിക്കുന്നവരെ യേശു തൊടുന്നു. അവരെ തൊട്ട് യേശു സൗഖ്യമാക്കുന്നു. അവരെ സൗഖ്യമാക്കുന്നു. അവരുടെ മനസ്സിനെ ക്രമത്തിലേക്ക് കൊണ്ടുവരുന്നു. വികാരങ്ങളെയും ചിന്തകളെയും ക്രമത്തിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ നാമത്തിൽ നട്ടലുമായി ബന്ധപ്പെട്ട രോഗമുള്ള വ്യക്തികളെ യേശു ഇപ്പോൾ സ്പർശിക്കുന്നു. സൗമ്യ എന്ന മകളെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. സൗമ്യ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. യേശുവിൻ നാമത്തിൽ നിൻ്റെ ബാക്ക് ബോണിൽ സൗഖ്യം സ്വീകരിക്കുക. ഈ നിമിഷത്തിൽ തന്നെ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. വിപിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുന്നു. വിപിനെ തൊടുന്നു. വിപിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പരാജയങ്ങൾ, ശാരീരിക രോഗങ്ങൾ, ഇപ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നു. വിപിൻ്റെ ഈ ഇടതുഭാഗത്ത്, തലയുടെ ഇടതുഭാഗത്ത് വിപിൻ അനുഭവിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ട്, ആ രോഗബാധ, ആ വേദന ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകുന്നു. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നവരെ ഉദ്ധരിക്കണം കർത്താവ്. വഴികളെ തുറക്കണം. രോഗികളെ സൗഖ്യമാക്കണം. ആമേൻ. കർത്താവേ, സാമ്പത്തിക മണ്ഡലത്തിൽ അത്ഭുത വഴികളെ തുറക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശബ്ദം കേട്ട ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയവാതിലുകളെ തുറക്കുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശുവിനോടൊപ്പം ജീവിക്കുക.
ഈ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ മറന്നു പോകരുത്. ഈ ചാനൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.